നമസ്കാരം. ഇന്ന് നമുക്ക് രണ്ട് തരം ഫാറ്റ് ബേണിംഗ് റെസിപ്പീസാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഒന്നാണെങ്കിൽ വളരെ കൂളായിട്ടുള്ള ഒരു ഫാറ്റ് ബേണിംഗ് റെസിപ്പി, ഒന്ന് കുറച്ച് ഹോട്ടായിട്ടുള്ളത്. ഒന്ന് തണുത്ത വെള്ളത്തിലാണെങ്കിൽ മറ്റൊന്ന് ചൂടുവെള്ളത്തിലാണ്, നല്ല തിളച്ച വെള്ളത്തിലാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ വളരെയധികം വെയിറ്റ് കുറയ്ക്കാൻ പര്യാപ്തമായ ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ കലവറയാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ചേരുവകളെല്ലാം തന്നെയും. പ്രധാനമായിട്ട് ബീറ്റ്റൂട്ട്. അപ്പോൾ ഇതിന് മറ്റൊരു വശം കൂടെ ഉണ്ട്. അതായത് പ്രമേഹവുമായി ബന്ധപ്പെട്ട പലതരം പ്രശ്നങ്ങൾക്കും, ഡയബറ്റിക് ന്യൂറോപ്പതി, വാസ്കുലോപ്പതി, പെരിഫറൽ നംനെസ്. അപ്പോൾ അതായത് നമുക്ക് പ്രമേഹത്തിലുണ്ടാവുന്നത് വളരെയധികം കോംപ്ലിക്കേഷൻസാണ്. പ്രമേഹം ഒരു നിശബ്ദ കൊലയാളിയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നമുക്ക് പ്രത്യക്ഷത്തിൽ ഇത്തിരി ഷുഗർ കൂടിക്കിടക്കുമ്പം വലിയ പ്രശ്നമൊന്നും ഇല്ല എന്ന് തോന്നുമെങ്കിലും ആന്തരികമായിട്ട് എല്ലാ അവയവങ്ങളെയും നശിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പ്രമേഹം, ഒരു അസുഖം തന്നെയാണ് പ്രമേഹം. അതുകൊണ്ട് തന്നെ അത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണണം. അമിതമായിട്ട് രക്തത്തിൽ പഞ്ചസാര കൂടി നിൽക്കുന്ന, അമിതമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 120, 130 എന്നൊക്കെ പറയുന്നത്, അത് 120, 130 ഒന്നും വലിയ കാര്യമല്ല. എപ്പോഴും ഒരു 200 മുകളിൽ അല്ലെ 250 മുകളിലൊക്കെ ഷുഗർ ലെവൽ നിൽക്കാൻ പാടില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻ ഇൻ പ്രോഡക്ട്സ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ രക്തക്കുഴലിനകത്ത് അടിഞ്ഞുകൂടും. ആത്രോസ്ക്ലീറോസിസ്, അതായത് രക്തക്കുഴലിനകത്ത് കൊഴുപ്പടിഞ്ഞുകൂടി എല്ലാ രക്തക്കുഴലും ഞരമ്പിനും രക്തക്കുഴലാണല്ലോ രക്തം കൊടുക്കുന്നത്, അടഞ്ഞു പോകുന്നതിൻ്റെ ഭാഗമാണ്. ഹൃദയത്തിലാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരും, തലച്ചോറിലാണെങ്കിൽ സ്ട്രോക്ക് ഉണ്ടാവും, കിഡ്നിയിലാണെങ്കിൽ ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറയുന്ന കിഡ്നി രോഗമുണ്ടാവും. അതുപോലെ കണ്ണിലോ ഡയബറ്റിക് റെറ്റിനോപ്പതി. അതുപോലെ തന്നെയാണ് കാലിൽ. ഇതിൻ്റെ അതേ ലക്ഷണം തന്നെയാണ് ഇപ്പോൾ കാലിൽ നമുക്ക് രക്തക്കുഴലും ഞരമ്പ് ഒക്കെ, കാലിലെ രക്തക്കുഴലും ഞരമ്പ് അടയുമ്പോൾ പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു വിഷയമാണിപ്പോൾ. ഇത് വളരെ പ്രയാസമാണത് ചികിത്സിക്കാൻ. നമ്മുടെ അലോപ്പതി ചികിത്സയിൽ ഒരു പ്രിഗാബാലിൻ അല്ലെങ്കിൽ ന്യൂറോബയോൺ എന്ന മെഡിസിൻ മാത്രമാണ് നമുക്ക് ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ ന്യൂറോബയോൺ ആയിരിക്കാം ഉണ്ടാവുക. പിന്നെ കുറച്ചൊരു നെർവിനെ ഒന്ന് സെഡേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചികിത്സാക്രമമാണ് നമുക്ക് അലോപ്പതിയിലുള്ളത്. എങ്കിൽ ഞാൻ ഈ ന്യൂറോപ്പതിയും വാസ്കുലോപ്പതിയും കറക്റ്റ് ചെയ്യാനും, അതുപോലെ തന്നെ ക്രോണിക് അൾസറേഷൻ, ഇത് പ്രമേഹം വന്നിട്ട് ഉണങ്ങാതെ കിടക്കുന്ന മുറിവുകൾ, അതുപോലെ വേരിക്കോസ് വെയിൻ വന്നിട്ട് ഉണങ്ങാതെ കിടക്കുന്ന മുറിവുകളൊക്കെ വളരെ വിജയകരമായിട്ട് ഞാൻ കറക്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് യാതൊരു സംശയവുമില്ല. ന്യൂറോപ്പതി അഡ്വാൻസ്ഡ് സ്റ്റേജ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ല എങ്കിൽ, അതായത് വലിയ മെയിൻ ബ്ലഡ് വെസൽസ് അടഞ്ഞു പോയാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഫെമറൽ ആർട്ടറിയോ അങ്ങനെ വലിയ പോപ്ലേറ്റൽ ആർട്ടറിയോ ഒക്കെ അടഞ്ഞു പോയാൽ പറ്റില്ല. പക്ഷേ പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ മൈനർ ബ്ലഡ് വെസൽസ് ആണ് അടിവശത്തോട്ടുള്ളതെങ്കിൽ അതിന് വരുന്ന ന്യൂറോപ്പതി പൂർണ്ണമായിട്ട് ന്യൂറോപ്പതിയും വാസ്കുലോപ്പതിയും ഞാൻ മാറ്റുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ചികിത്സാക്രമം എൻ്റെ കയ്യിലുണ്ട്. നാച്ചുറൽ എന്ന് പറഞ്ഞാൽ ആഹാരത്തിൽ നിന്ന് എടുക്കുന്ന ചില മരുന്നുകളാണ് അവിടെ ഞാൻ ഇതിന് ഔഷധമായിട്ട് കൊടുക്കുന്നത്. അങ്ങനെ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. നമുക്കത് പലപ്പോഴും ഇപ്പം ഷുഗർ, ഇൻസുലിൻ ഒന്നും എടുക്കാത്ത പേഷ്യൻസ് ആണെങ്കിൽ തീർച്ചയായും നമുക്ക് ഒരു OP-യിലൂടെ തന്നെ അത് ഒരു പരിധി വരെ കറക്റ്റ് ചെയ്യാം. ഇൻസുലിനൊക്കെ എടുക്കുകയും വളരെയധികം കോംപ്ലിക്കേഷൻസ് ഉള്ള പേഷ്യൻസിന് അഡ്മിഷൻ 2 ആഴ്ചത്തേക്ക് ഹോസ്പിറ്റലിൽ കിടന്നതിന് ശേഷം അതിൻ്റെ വ്യക്തമായിട്ട് നല്ല ഒരു റിസൾട്ടുമായിട്ട് അവർക്ക് തിരിച്ചു പോകാവുന്നതാണ്. പെരിഫറൽ ന്യൂറോപ്പതി, പെരിഫറൽ വാസ്കുലോപ്പതി, അതായത് പെരുപ്പ്, തരിപ്പ്, മരവിപ്പ്. ഇത് ഞാൻ പലപ്പോഴും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെയുള്ള പല റെസിപ്പികൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമായിരിക്കും, വീഡിയോസ് കിടപ്പുണ്ട്. അതായത് പെരുപ്പ്, തരിപ്പ്, മരവിപ്പ് എന്ന് പറഞ്ഞിട്ട് നേരത്തെ ഒരു 2-3 റെസിപ്പീസ് ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതുപോലെ ഉള്ള മറ്റൊരു റെസിപ്പിയാണിത്. തീർച്ചയായും അത് വെയിറ്റ് കുറയ്ക്കാനും സഹായിക്കും, അതോടൊപ്പം ഷുഗർ കുറയ്ക്കാനും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒരു പരിധിവരെ മാറ്റാനും ഇത് സഹായിക്കും. എങ്കിൽ കൂടിയും നിങ്ങൾ പ്രധാനമായി മനസ്സിലാക്കേണ്ടത് ഇത് കുടിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ശരിയാവുമെന്ന്. പലപ്പോഴും എല്ലാവരും ഇത് കുടിച്ചിട്ട് ശരിയായില്ലല്ലോ, അങ്ങനെയല്ല. ഇത് മാത്രമല്ല, പല കാര്യങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് പോകണം. അപ്പം നിങ്ങൾക്ക് അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ തീർച്ചയായും എന്നെ കോൺടാക്റ്റ് ചെയ്യണം. നമുക്ക് അതിന് വേണ്ട
മാർഗ്ഗങ്ങൾ. ഇപ്പം 1-2 പ്രാവശ്യം വിളിക്കുമ്പോൾ കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട, വീണ്ടും വിളിക്കാം. അത് രാത്രി ഒരു 9:30-ക്കും 11-നും ഇടയ്ക്കും അതുപോലെ രാവിലെ 7:30-ക്കും 9:30-ക്കും ഇടയ്ക്കും നല്ല സമയമാണ്. ആ സമയത്ത് വിളിക്കാവുന്നതാണ്. പിന്നെ എൻ്റെ വാട്സപ്പ് നമ്പർ തന്നെയാണത്. വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ഇടാവുന്നതാണ്. അതിന് ഒരു പ്രോബ്ലവും ഇല്ല. ഞാൻ എല്ലാത്തിനും ആൻസർ ചെയ്യാറുണ്ട്. നിങ്ങൾ തന്നെ പറയാറുണ്ട്, മാഡം ആകെ ആൻസർ ചെയ്യുന്നൊരു മാഡം തന്നെ മാത്രമേ ഉള്ളൂ, ആൻസർ ചെയ്യുന്നൊരു ഡോക്ടർ മാഡം തന്നെയാണ് എന്ന് പറയാറുണ്ട് പലരും. അതിൽ വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ റെസിപ്പിയിലേക്ക് കടക്കാം. ഇത് പ്രധാനപ്പെട്ട ചേരുവ എന്ന് പറയുന്നത് ബീറ്റ്റൂട്ടാണ്. ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസ്, ഒരു അര ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസ് എടുത്താൽ മതിയാവും. അതോടൊപ്പം ഒരു 2-3 തക്കാളി മിക്സിയിൽ അടിച്ചെടുത്തതാണിത്. പിന്നെ ഏറ്റവും പ്രധാനമാണ് ഫ്ലാക്സ് പൊടിച്ചത് ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ചിയാ സീഡ് വെള്ളത്തിൽ അലിച്ചെടുത്തത്, പിന്നെ ആപ്പിൾ സിഡർ വിനിഗർ. ഇത് ആപ്പിൾ സിഡർ വിനിഗർ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് നാരങ്ങ നീരെടുക്കാവുന്നതാണ്. പിന്നെ വെർജിൻ കോക്കനട്ട് ഓയിൽ, പിന്നെ ലേശം ഉപ്പ്. ഇതാണ് പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട നമ്മുടെ ബീറ്റ്റൂട്ട് ടൊമാറ്റോ ഡ്രിങ്കിൻ്റെ ചേരുവകൾ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. തക്കാളി അടിച്ചത് ഒഴിച്ചു, ബീറ്റ്റൂട്ട് ചേർക്കുന്നു, മജന്ത കളറായിട്ടുണ്ട്. ചിയാ സീഡ്, പിന്നെ ഫ്ലാക്സ് പൊടിച്ചത്. പിന്നെ ആപ്പിൾ സിഡർ വിനിഗർ, അതല്ലെങ്കിൽ ലൈം ജ്യൂസ് ചേർക്കാം. പിന്നെ ലേശം ഉപ്പ് ചേർക്കാം, വളരെ ചെറിയ അളവിൽ ഉപ്പ് ചേർക്കാം. BP വളരെ കൂടുതലുള്ളവർ അധികം ഉപ്പ് ചേർക്കണ്ട. ഇത് അയഡിൻ ചേർക്കാത്ത ഉപ്പാണ്, അതായത് നാച്ചുറൽ സീ സോൾട്ട്. ഡ്രിങ്ക് തയ്യാറായി. അവസാനമായിട്ട് നമുക്ക് വെർജിൻ കോക്കനട്ട് ഓയിൽ ചേർക്കാം. ബീറ്റ്റൂട്ട് ടൊമാറ്റോ ചിയാ സീഡ് ഡ്രിങ്ക് തയ്യാറായിട്ടുണ്ട്. വളരെ സിമ്പിളല്ലേ, കണ്ടില്ലേ എത്ര എളുപ്പമാണ്. കുടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കുടിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു, അത്രയ്ക്ക് ടേസ്റ്റ്. അത് ഈ ആപ്പിൾ സിഡർ വിനിഗർ എല്ലായിടത്തും അവൈലബിൾ ആണ് കേട്ടോ, വളരെ നല്ലതാണ്. ഞാൻ വീണ്ടും ഇതിൻ്റെ പോഷക ഗുണങ്ങളെക്കുറിച്ച് പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്കെല്ലാം അറിയാം, ഞാൻ നമ്മുടെ ഈ യൂട്യൂബ് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഞാൻ ബീറ്റ്റൂട്ടിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞിട്ട് തന്നെ 2-3 എപ്പിസോഡ് ഇട്ടിട്ടുണ്ട്. രക്തക്കുഴലുകളെ വികസിപ്പിക്കാൻ ഏറ്റവും ആവശ്യമായ ബീറ്റാനിൻ എന്ന് പറഞ്ഞ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് ഇതിനകത്ത് വളരെയധികം ഉണ്ട്. അതുപോലെ തന്നെ തക്കാളിയിൽ ലൈക്കോപ്പീൻ, അതുപോലെ തന്നെ ചിയാ സീഡ്, അതിനകത്ത് നിറയെ ഫൈബറുണ്ട്. ഫ്ലാക്സ് സീഡ്, omega-3 ഫാറ്റി ആസിഡ്സിൻ്റെ കലവറ. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന എല്ലാം തന്നെയും വൈറ്റമിൻ C, വൈറ്റമിൻ A ഒക്കെ തന്നെയും നമുക്ക് ശരീരത്തിന് ഏറെ അത്യാവശ്യമായ ആൻറ്റി ഓക്സിഡൻറ്റ്സ്, പോളിഫിനോൾസ്, ഫ്ലേവനോയിഡ്സ് ഒക്കെ ഉണ്ട്. അതോടൊപ്പം ഈ രക്തക്കുഴലുകളെ വികസിപ്പിക്കാൻ ആവശ്യമായ നൈട്രിക് ഓക്സൈഡ്, അത് ഈ ബീറ്റ്റൂട്ടിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. അത് വളരെയധികം നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഇങ്ങനെയുള്ള ഡ്രിങ്കുകൾ സ്ഥിരമായി കഴിക്കുക വഴി നിങ്ങൾക്ക് കുറേ വ്യത്യാസങ്ങൾ വരും. എന്ന് പറഞ്ഞ് ഇത് മാത്രം കഴിച്ചെന്ന് പറഞ്ഞ് അയ്യോ മാഡം ഇതൊന്നും ശരിയായില്ല എന്ന് പറയരുത്. LK ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ ഇൻസുലിൻ വളരെയധികം എടുക്കുന്നവർ അതിൻ്റെ അളവ് കുറയ്ക്കണം. അത് ടൈപ്പ് 1 പ്രമേഹമല്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇൻസുലിൻ മാറ്റാൻ പര്യാപ്തമായ ഒരു LK ഡയറ്റ് പ്ലാനും അതുപോലെ തന്നെയുള്ളൊരു ചികിത്സാ പ്രക്രിയയുടെയും വക്താവാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഈ കാര്യങ്ങൾ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, ഇങ്ങനത്തെ കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ എന്നെ എത്രയും പെട്ടെന്ന് സമീപിക്കാവുന്നതാണ്. ഫോൺ നമ്പർ മുകളിലുണ്ട്. അപ്പോൾ
ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, നമുക്കപ്പോൾ അതങ്ങോട്ട് മാറ്റി നിർത്താം. ഇനി ഈ എപ്പിസോഡിൽ തന്നെ മറ്റൊരു ഹോട്ട് ഡ്രിങ്ക് കൂടെ ഉണ്ട്. ഹോട്ട് ഡ്രിങ്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ സംശയിക്കരുത് കേട്ടോ, മറ്റേ വെള്ളവടി ഡ്രിങ്ക് അല്ല. അതായത് നമ്മളുടെ ഒരു പെരിഞ്ജീരകം ഡ്രിങ്ക്. കരിഞ്ജീരകം വെച്ചിട്ട് നമ്മൾ ഒരു എണ്ണം തയ്യാറാക്കി ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇത് പെരിഞ്ജീരകം. അപ്പോൾ പെരിഞ്ജീരകത്തിനും വളരെയധികം ഔഷധമൂല്യമുണ്ട്. ഷുഗർ കുറയ്ക്കാനും അതുപോലെ തന്നെ ഡൈജഷൻ പ്രോപ്പർട്ടീസൊക്കെ ഇതിന് വളരെ കൂടുതലാണ്. നമുക്ക് എല്ലാവർക്കും അതുപോലെ വായുടെ നാറ്റം മാറാൻ, പലരും ഈ ആഹാരം കഴിച്ച് കഴിഞ്ഞിട്ട് ഇതെടുത്തിട്ട് വായിൽ, എപ്പോഴും ഹോട്ടൽസിൽ കണ്ടിട്ടില്ലേ അങ്ങനെ, ഇത് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടല്ലോ പെരിഞ്ജീരകം. അപ്പോൾ ഇത് ഒരു തിളച്ച വെള്ളത്തിൽ തയ്യാറാക്കുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ചേരുവകൾ, അതായത് ഉലുവ, പെരിഞ്ജീരകം, നല്ല ജീരകം, ഏലക്ക, അതുപോലെ ചുക്ക്, ഇത്രയും കൂടെ വറുത്ത് പൊടിക്കണം. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പരിപാടി. നമ്മളിത് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടിയാണിത്, കണ്ടോ? ഈ പൊടി നേരെ തിളച്ച വെള്ളത്തിലോട്ട് ഒരു സ്പൂൺ ഇടുക, കലക്കുക. അതിനകത്തേക്ക് വെർജിൻ കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. അതോടൊപ്പം ചിയാ സീഡ് ചേർക്കുക. അതിനോടൊപ്പം ഫ്ലാക്സ് സീഡ് പൊടിച്ചത് ചേർക്കുക. ഇത്രയുമാണ് നമ്മളുടെ ഈ റെസിപ്പിയുടെ ചേരുവകൾ. ഓക്കെ, അപ്പോൾ അത് ഇത്രയും കൂടെ വറുത്ത് പൊടിച്ച് തയ്യാറാക്കിയ ഈ പൊടി നമുക്ക് ചേർക്കാം. പൊടി നമുക്കൊരു ടീസ്പൂൺ, ഇത് വലിയ ഗ്ലാസ് ആയതുകൊണ്ട് ഞാനൊരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ചിയാ സീഡ് ചേർക്കുന്നു. ഫ്ലാക്സ് സീഡ് പൊടിച്ചത്. ഇപ്പോൾ ചിയാ സീഡും ഫ്ലാക്സ് സീഡും ഇല്ലാത്തവർക്കും ഇത് തയ്യാറാക്കി കഴിക്കാം. ബാക്കിയുള്ള ചേരുവകൾ സാധാരണ കിട്ടുന്നതാണല്ലോ. അപ്പോൾ അത് ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമില്ല കേട്ടോ. നമുക്ക് വെർജിൻ ഓയിൽ ചേർക്കാം. ടേസ്റ്റിംഗ് ടൈമാണ്, നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഇതിന് മധുരം ചേർത്ത് കഴിച്ചാൽ വളരെ ടേസ്റ്റിയാണ്. പക്ഷേ നമ്മളൊരു ഫാറ്റ് ബേണിംഗ് റെസിപ്പി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ നമുക്ക് മധുരം ചേർക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ അല്ലാതെ ഇപ്പോൾ കൂടുതൽ വയറിന് ഗ്യാസ് പ്രോബ്ലം ഉള്ളവർ, ദഹനക്കേടുള്ളവർ, ലിവറിന് എന്തെങ്കിലും പ്രശ്നം, അതായത് ലിവർ പ്രോബ്ലംസ് ഉള്ളവർ, അതായത് ഫാറ്റി ലിവർ ഉള്ളവർ, അവർക്കൊക്കെ ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഡ്രിങ്കാണ്. പിന്നെ ഈ പെരിഞ്ജീരകത്തിൻ്റെ ഗുണമെന്ന് പറയാൻ കുറച്ച് വായിലിട്ട് ചവച്ചാൽ സത്യം പറഞ്ഞാൽ വായുടെ നാറ്റം വരെ മാറുമെന്നാണ് പറയുന്നത്. അങ്ങനെ വായിക്ക് നാറ്റമുള്ളവർ ചിലർ ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെയാണ് വയറിനകത്ത് ദഹനക്കേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുളിച്ച തേട്ടൽ, ഏമ്പക്കം, ഇവയൊക്കെ മാറ്റാൻ ഏറെ സഹായിക്കുന്നതാണ് പെരിഞ്ജീരകം. പിന്നെ ഇതിന് ഫാറ്റ് ബേണിംഗ് റെസിപ്പിയാണ്. ശരീരത്തിന് വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന, അതായത് മെറ്റബോളിസം കൂട്ടാൻ വേണ്ടി ഇത് വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെയാണ് നല്ല ജീരകം. നമ്മളുടെ മറ്റൊരു ചേരുവയാണ് നല്ല ജീരകം. അത് നന്നായിട്ട് വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. അതിനകത്തുള്ള ആൻറ്റി ഓക്സിഡൻസും അതുപോലെ തന്നെ ഫൈബറുണ്ട്. പിന്നെ മറ്റുള്ള പോളിഫിനോൾസും ഫ്ലേവനോയിഡ്സും ഒക്കെ അതിന് വളരെയധികം സഹായിക്കും. പിന്നെ ഇതിനകത്തുള്ള ചുക്ക് എന്ന് പറയുന്നത് ഇഞ്ചി ഉണക്കിയതാണ്. ഉണക്കി പൊടിച്ച് വെച്ച ചുക്ക് പൊടിയാണ് നമ്മൾ ചേർത്തത്. പിന്നെ ഏലക്ക. ഇതെല്ലാം തന്നെയും നന്നായിട്ട് പ്രഷർ കുറയ്ക്കാൻ, ഹൈപ്പർ ടെൻഷൻ, അമിത രക്തസമ്മർദ്ദം കുറയ്ക്കാനും അതോടൊപ്പം വയറിൻ്റെ പ്രശ്നങ്ങൾ മാറാനും വണ്ണം കുറയ്ക്കാനും ഏറെ ആവശ്യമായ പലതരം ചേരുവകളുടെയും ഒരു സങ്കലനമാണ് നമ്മളുടെ ഈ റെസിപ്പി. അപ്പോൾ ഇത് പെരിഞ്ജീരക ചായ എന്ന് തന്നെ പറയാം. നേരത്തെ നമ്മൾ തയ്യാറാക്കിയ കരിഞ്ജീരക ചായ ആണെങ്കിൽ ഇത് പെരിഞ്ജീരക ചായ. പെരിഞ്ജീരക ചായക്ക് പിന്നെ ചിയാ സീഡും ഫ്ലാക്സ് സീഡും ഇൻവേരിയബിളി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇപ്പം ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇപ്പം ഫ്ലാക്സ് സീഡും ചിയാ സീഡും ഇല്ലാതെ തന്നെ ഇത് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്.
പിന്നെ വെർജിൻ കോക്കനട്ട് ഓയിൽ, അത് നമ്മുടെ ഇന്നവിറ്റബിൾ ഇൻഗ്രീഡിയൻ്റ് ആണല്ലോ, അതില്ലാതെ നമുക്കൊരു കാര്യം പറ്റത്തില്ല. കാരണം അത്രയ്ക്ക് അത്യാവശ്യമാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ. നല്ല കൊളസ്ട്രോളിൻ്റെ കലോറ, അതായത് DHA മോണോസോഡിയം ലോറിക് ആസിഡ് നമ്മുടെ ശരീരത്തിന് ഏറെ അത്യാവശ്യമായ ഫാറ്റിനെ മൊബിലൈസ് ചെയ്യുന്ന ഘടകങ്ങളാണ്. വലിയ ടേസ്റ്റ് ഇല്ല എങ്കിലും സുഖമായിട്ട് കുടിക്കാവുന്നതാണ്. നല്ല സുഖമായിരിക്കും, വയറിനൊക്കെ നല്ല സുഖമായിരിക്കും. തീർച്ചയായും ഈ 2 റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യണം. കമൻറ്റ് ബോക്സിൽ വിവരങ്ങൾ എഴുതി അറിയിക്കുക. നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം.